അങ്ങനെ ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന ഇസ്രയേൽ ലബനാൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമമായിരിക്കുകയാണ്. ലബനാന്റെ ശക്തമായ തിരിച്ചടിയിൽ നടുങ്ങിയ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഫ്രഞ്ച് മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടന്നിരുന്നത്. ഇതിനടിസ്ഥാനത്തിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ പ്രാദേശിക സമയം പുലർച്ചെ 4 മണിയോടെ പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് പോലും ലബനാനിലെ പ്രധാന 3 ഇടങ്ങളിൽ ഇസ്രായേൽ അതിശക്തമായ വ്യോമാക്രമണം നടത്തി എന്ന് ലബനാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെടിനിർത്തലിനെ ഇറാൻ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. വെടിനിർത്തൽ സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് പ്രഖ്യാപനം നടത്തിയത്. ചൊവ്വാഴ്ച ഇസ്രായേൽ മന്ത്രിസഭാ യോഗവും പ്രതിരോധകാര്യ യോഗവും ഇക്കാര്യം ചർച്ച ചെയ്യുകയും പദ്ധതി പാസാക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ മന്ത്രിസഭയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. 60 ദിവസത്തെ വെടിനിർത്തൽ പദ്ധതി പ്രകാരം ഹിസ്ബുള്ള തെക്കൻ മേഖലയിൽ നിന്ന് പിൻവാങ്ങി ലിറ്റനി നദിയുടെ വടക്കോട്ട് പിന്മാറും. ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്യും. കരാർ ലംഘിക്കുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ലബനാൻ പാർലമെന്റ് ഈ വിഷയം ഇന്ന് ചേരുന്ന പാർലമെന്റ് യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വെടിനിർത്തൽ സംബന്ധിച്ച് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള കരാർ പ്രകാരം 60 ദിവസത്തിനുള്ളിൽ ലബനാനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങണം. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ പ്രഖ്യാപിച്ച് നടത്തിയ പ്രസംഗത്തിൽ ഹിസ്ബുള്ളയെ ദുർബലപ്പെടുത്തുന്നതിനുള്ള അവസരമായാണ് വെടിനിർത്തലിനെ കാണുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഘർഷം ആരംഭിച്ച കാലത്തെ അപേക്ഷിച്ച് ഹിസ്ബുള്ള സംഘടന ഇപ്പോൾ വളരെ ദുർബലപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ അവരുടെ നിരവധി നേതാക്കളെ വധിച്ചിട്ടുണ്ട്. അവരുടെ മിസൈലുകളും റോക്കറ്റുകളും നശിപ്പിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് പോരാളികളെ ഞങ്ങൾ നിർവീര്യമാക്കിയിട്ടുണ്ട്. അതിർത്തിയിലുള്ള അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും ഞങ്ങൾ തകർത്തിട്ടുണ്ട്. ഇറാന്റെ ഭീഷണി, സൈന്യത്തിന്റെ ക്ഷീണം, ആയുധങ്ങളുടെ കുറവ്, ഹമാസിനെ ഒറ്റപ്പെടുത്തുന്നത് എന്നിവ കണക്കിലെടുത്താണ് ഈ വെടിനിർത്തൽ തീരുമാനം എടുത്തത് എന്നും നെതന്യാഹു വ്യക്തമാക്കി. വെടിനിർത്തൽ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തെക്കൻ ലബനാനിലെ നിവാസികൾ ഇസ്രയേൽ സൈന്യം ക്യാമ്പ് ചെയ്യുന്ന പ്രദേശങ്ങളിലേക്കോ സൈന്യം ഒഴിപ്പിക്കാൻ ഉത്തരവിട്ട ഗ്രാമങ്ങളിലേക്കോ പ്രവേശിക്കരുത് എന്ന മുന്നറിയിപ്പും ഇസ്രയേൽ സൈന്യം നൽകിയിട്ടുണ്ട്. അതേസമയം യുദ്ധത്തിൽ ലബനാന്റെ നല്ലൊരു ഭൂപ്രദേശവും ഇസ്രയേൽ തകർത്തിട്ടുണ്ട്. പഴയ നിലയിലേക്ക് ലബനാൻ മാറണമെങ്കിൽ ലോകരാജ്യങ്ങളുടെ സഹായം കൂടിയേ തീരുള്ളൂ ലബനാന്. ഈ വെടിനിർത്തൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആവശ്യപ്പെട്ടിരുന്നതാണ്. കാരണം അവർ തുടർച്ചയായി യുദ്ധം ചെയ്യുന്നു. സൈന്യത്തിലേക്ക് പുതിയ ആളുകൾ, യുവാക്കൾ കടന്നു വരാൻ തയ്യാറാവാതെ വരുന്നു. രാജ്യത്തിനകത്ത് വളരെ വലിയ അക്രമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രയേലിലെ പ്രധാന തുറമുഖ നഗരമായ ഹൈഫയും അതോടൊപ്പം തന്നെ ടെല്ലവീവും വളരെ ശക്തമായ ആക്രമണങ്ങൾക്ക് നിരന്തരം വിധേയമാകുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീട് പോലും ആക്രമിക്കപ്പെടുന്നു. ബാങ്കറുകളിൽ ഇരുന്നു കൊണ്ട് ഭരണം നടത്തേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. മറുഭാഗത്ത് ബന്ദികളെ പുറത്തു കൊണ്ടുവരാൻ കഴിയാത്തതുമായി ബന്ധപ്പെട്ട് ബന്ദികളുടെ ബന്ധുക്കളും ഇസ്രയേലികളും തെരുവിൽ ഗവൺമെന്റിനെതിരെ പോരാടുന്നു. അതേസമയം തന്നെ ഹമാസിനെ അവസാനിപ്പിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ പോലും ഹമാസിന്റെ ശക്തമായ പ്രത്യാക്രമണങ്ങൾ നടക്കുന്നു. സൈന്യത്തിന് വലിയ പരിക്കുകളേൽക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇസ്രയേൽ കടുത്ത പ്രതിരോധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ലോകത്തെമ്പാടും പാവപ്പെട്ട ഗാസ നിവാസികളെ കൊന്നൊടുക്കുന്നു എന്നല്ലാതെ ഇസ്രയേൽ പ്രഖ്യാപിച്ച ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന ഒരു അവസ്ഥ കൈവരുന്നു. ഒരു ഭാഗത്ത് ഇറാൻ, മറുഭാഗത്ത് ഹിസ്ബുള്ള, ഒരു ഭാഗത്ത് ഹമാസ്, മറ്റൊരു ഭാഗത്ത് ഹൂത്തികൾ, അങ്ങനെ തുടങ്ങി പല തരത്തിൽ ഇസ്രയേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന, അവരെ സാമ്പത്തികമായും ആയുധപരമായും പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയതിനെ തുടർന്നാണ് ഇസ്രയേൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ഒരു വെടിനിർത്തൽ തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് അവരുടെ ഏറ്റവും വലിയ കൂട്ടാളിയായിട്ടുള്ള അമേരിക്കയെ കൊണ്ടൊരു മധ്യസ്ഥ ശ്രമം നടത്തിക്കുന്നത്. മുൻപും അങ്ങനെ തന്നെയാണ്. ഹിസ്ബുള്ളയുമായി യുദ്ധം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഇതേ രീതി അവർ ആവർത്തിക്കുന്നു. അതിനുശേഷം അവർ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. വലിയ തിരിച്ചടികൾ ഹിസ്ബുള്ളയിൽ നിന്ന് ഉണ്ടായി എന്നതിൻ്റെ അംഗീകാരം കൂടിയാണ് ഇപ്പോൾ ഇസ്രയേലിന് ഒരു വെടിനിർത്തൽ ആവശ്യമായി വന്നതിൻ്റെ പ്രധാന കാരണം. അതേസമയം ലബനാനെ സംബന്ധിച്ചിടത്തോളം ലബനാനിൻ്റെ ഒട്ടുമിക്ക ഭൂപ്രദേശങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ. അവരെ സംബന്ധിച്ചിടത്തോളവും അവർക്കൊരു വെടിനിർത്തൽ അനിവാര്യം തന്നെയാണ്. കാരണം യുദ്ധം നടക്കുന്നതും അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ സൈന്യം ഇരിക്കുന്നതുമൊക്കെ മറ്റൊരു ഭാഗത്താണ്. എന്നാൽ ലബനാനിൻ്റെ ക്യാപിറ്റൽ പോലും ആക്രമിക്കപ്പെടുന്ന രീതിയിലേക്ക് ഇസ്രയേൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഇത് ലബനാനെ സാമ്പത്തികമായും അതോടൊപ്പം തന്നെ അതിജീവനം പോലും സാധ്യമാകാത്ത രീതിയിലേക്ക് അവരെ തകർത്ത് കളഞ്ഞ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ലബനാനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു വെടിനിർത്തൽ അനിവാര്യം തന്നെയാണ്. ആ വെടിനിർത്തൽ തന്നെയാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ലബനാൻ സർക്കാരുമായാണ്
ഈ വെടിനിർത്തൽ ചർച്ചകൾ നടന്നിട്ടുള്ളത്. ലെബനാൻ സർക്കാരിൻ്റെ ഹിസ്ബുള്ളയോട് ആഭിമുഖ്യമുള്ള സ്പീക്കർ മുഖാന്തരമാണ് ഹിസ്ബുള്ളയുമായി ലെബനാൻ സർക്കാർ ഇക്കാര്യം ചർച്ച ചെയ്യുന്നത്. ഒടുവിൽ ഹിസ്ബുള്ള അതിന് അംഗീകാരം നൽകി എന്ന രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും വെടിനിർത്തൽ എന്തുകൊണ്ടും അനിവാര്യവും അതോടൊപ്പം തന്നെ ഇരുപക്ഷത്തിനും അത് സ്വീകാര്യതയും ഇരുപക്ഷത്തിനും ഒരേപോലെ അതിൻ്റെ ആവശ്യവും വന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത് എന്നതും നമുക്ക് എടുത്തു പറയാതെ തരമില്ല. ഏതായിരുന്നാലും ലെബനാനിൽ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു.